ഹായ് ഓൾ, ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ജൊനാഥൻ സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ള ദ വിൻഡിക്കേഷൻ ഓഫ് ഐസക് ബിക്കർസ്റ്റഫ് എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. നമുക്ക് എസ്സേയിലേക്ക് കടക്കാം. നമുക്കറിയാം, ലൈഫിൽ ഭാവി പരമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും അതല്ലെങ്കിൽ എന്തൊരു സംഭവത്തിനും ആളുകൾ ആസ്ട്രോളജേഴ്സിനെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അവർ ഈ ഒരു അൽമനാക്സ് ഒക്കെ എന്താക്കുകയും ചെയ്യാറുണ്ടായിരുന്നു, വായിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ആൾക്കാരെ പറ്റിക്കും പോലെ തന്നെയാണ്. സംഭവമൊന്നുമില്ല, ബട്ട് ഇവർക്ക് ആ ഒരു ചർച്ചിലുള്ള വിശ്വാസമൊക്കെ എന്താകുകയാണ് ചെയ്യുന്നത്, കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു തട്ടിപ്പിലാണ് അവർ എന്താക്കുന്നത്, കൂടുതൽ വിശ്വസിച്ചിരുന്നത്. ഈ ഒരു ടൈമിൽ നമ്മുടെ ജൊനാഥൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എസ്സേയിസ്റ്റ് ആ സമയത്ത് ഏറ്റവും വലിയ ആസ്ട്രോളജറും അതുപോലെ തന്നെ ഏറ്റവും വലിയ അൽമനാക് റൈറ്ററുമായിരുന്ന ജോൺ പാട്രിച്ച്, ആ ഒരു ജോൺ പാട്രിച്ചിനെതിരെ എഴുതുന്നതാണ് ഈ ഒരു എസ്സേ എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേ ദ വിൻഡിക്കേഷൻ ഓഫ് ഐസക് ബിക്കർസ്റ്റഫ് എന്ന് പറയുന്ന എസ്സേ എന്ന് പറയുന്നത്. ഐസക് ബിക്കർസ്റ്റഫ് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ആസ്ട്രോളജർ പാട്രിച്ച് ഇന്നാലിന്ന ദിവസം ഫീവർ വന്ന് മരിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ ഒരു അൽമനാക്ക് എഴുതിയിട്ട് അദ്ദേഹം എന്താക്കുകയാണ് ചെയ്യുന്നത്, പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ എന്താക്കുകയാണ്, പാട്രിച്ച് മരിക്കാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ എന്താകുന്നില്ല, യഥാർത്ഥത്തിൽ പാട്രിച്ച് എന്താകുന്നില്ല, മരിക്കുന്നില്ല. ഇതിനെതിരെ, ഈ ഒരു പാട്രിച്ച് മരിച്ചു എന്ന് എഴുതിയതിനെതിരെ ഈ ഒരു ബിക്കർസ്റ്റഫിനെ ആവശ്യത്തിന് എന്താക്കുന്നുണ്ട്, ഈ ഒരു പാട്രിച്ച് തെറി വിളിക്കുന്നുണ്ട്. ഈ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള സംഭവം ഇതിനെ പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, അത്രയും നോളജ് ഇല്ലാത്ത അതല്ലെങ്കിൽ ഒരു പഠിത്തമില്ലാത്ത ആളാണെന്ന് കളിയാക്കിക്കൊണ്ടാണ് നമ്മുടെ ഐസക് ബിക്കർസ്റ്റഫ് എന്താക്കുന്നത്, ഈ ഒരു എസ്സേ എഴുതുന്നത്. ഈ ഒരു എസ്സേയിൽ പറയുന്നതും അത് തന്നെയാണ്. ഇദ്ദേഹം മെയിനായിട്ട് ആസ്ട്രോളജിക്കൽ പ്രൊഡക്ഷൻസിനെ റെഡിക്യൂൾനെസ് ചെയ്യുന്നുണ്ട്, അതിന് ക്രെഡിബിലിറ്റി എന്താക്കുകയും ചെയ്യുന്നുണ്ട്, കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സറ്റാറിക്കൽ കമൻട്രിയാണ്. എന്ത് കണ്ടാലും വിശ്വസിക്കും അല്ലെങ്കിൽ അബദ്ധത്തിൽ ചാടും. ഇതിനെയാണ് ഐസക് ബിക്കർസ്റ്റഫ് എന്താക്കുന്നത്, ഈ ഒരു എസ്സേയിലൂടെ കളിയാക്കുന്നത്. ഓൾറെഡി പറഞ്ഞു, ഇതൊരു സൂപ്പർസ്റ്റിഷനാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ ജോർജ് ഇതിന് എതിരെയായിരുന്നു. അതായത് ഈ ഒരു സംഭവത്തിനെ ആൻറ്റി ക്രിസ്ത്യനായിട്ട് കൺസൾട്ട് ചെയ്യുമായിരുന്നു എന്നാണ് എന്താക്കുന്നത് പറയുന്നത്. പിന്നെ നമ്മുടെ ജോൺ പാട്രിച്ച് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അൽമനാക്ക് തന്നെ ആ വർഷം 25,000 കോപ്പീസൊക്കെ വിറ്റുപോയിട്ടുണ്ട് എന്ന് എന്താക്കുന്നുണ്ട്, ഇതിന് പറയുന്നുണ്ട്. സോ ജൊനാഥൻ സ്വിഫ്റ്റിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ 1708 ഐസക് ബിക്കർസ്റ്റഫ് എന്ന പേരിൽ ഒരു അൽമനാക്ക് എന്താക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് സ്വിഫ്റ്റ് പാട്രിയാക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ എന്താണ്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ജൊനാഥൻ സ്വിഫ്റ്റ് ഒരു ചർച്ചിലെ ക്ലർജി ആയിരുന്നു. അതുകൊണ്ട് ആൻറ്റി ക്രിസ്ത്യൻസുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന ഈ ഒരു സംഭവങ്ങളെയൊക്കെ അദ്ദേഹം എന്താക്കിയിട്ടുണ്ടായിരുന്നു, എതിർത്തിട്ടും ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ പാട്രിയാർക്ക് തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് അദ്ദേഹം ഉറപ്പിച്ച് പറയില്ല, പോസിബിലിറ്റി ഉണ്ട്, നടന്നേക്കാം എന്നൊക്കെയാണ് അദ്ദേഹം എന്താക്കാറുള്ളത്, പറയാറുള്ളത്. അബദ്ധത്തിൽ വല്ലതും സംഭവിച്ചാൽ പാട്രിച്ച് പറഞ്ഞത് ശരിയാണ്, അങ്ങനെ ആൾക്കാർ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഡേ ഇവിടെ വലിയൊരു പനി വരും, അങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കും. ലണ്ടനിൽ ഒരു എപ്പിഡമിക്കിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. ഇനി ഒരു പേരുണ്ടല്ലോ, എന്താണ് പേര്, ഐസക് ബിക്കർസ്റ്റഫ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഐസക് എന്ന് പറയുന്നത് ബൈബിളിൽ ലാഫർ എന്നാണ് എന്താക്കുന്നത് പറയുന്നത്. പിന്നെ പറയുന്നത്, ഒരു ഫ്രോഡ് പരിപാടി ഉപയോഗിച്ചിട്ട് തന്നെ അറ്റാക്ക് ചെയ്യുക, അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നെന്താക്കുന്നത് പറയുന്നത്. എന്നിട്ട് പാട്രിച്ചിനെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അപമാനിക്കുമ്പോൾ ഇയാളുടെ പ്രധാനപ്പെട്ട ഉള്ളിലിരിപ്പ് പുറത്തു വരും. അതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നതും. കാരണം വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരാളെ അപമാനിക്കുമ്പോൾ അവൻ്റെ കയ്യിലിരിപ്പ് എന്താണെങ്കിലും എന്താകും, അവനത് പുറത്തെടുക്കും. അതാണ് എന്താക്കുന്നത് ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 1208 പുതിയ അൽമനാക്ക് ലണ്ടനിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേര് പ്രഡിക്ഷൻസ് ഓഫ് ദി ഇയർ 1708 എന്നാണ്. അതിൽ ഐസക് ബിക്കർസ്റ്റഫ് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് ജോർജ് പാർക്കർ എന്ന് പറയുന്ന വ്യക്തിയുടേതായ ഒരു സ്റ്റൈലാണ്. ജോർജ് പാർക്കർ എന്ന് പറയുന്ന വ്യക്തി പാട്രിച്ചിൻ്റെ റൈവലാണ്. എന്നിട്ട് ബിക്കർസ്റ്റഫ് എന്ത് പറയുമെന്ന് വെച്ചാൽ, 1208 മാർച്ച് 29 കറക്റ്റ് 11 മണിക്ക് ഈ റേസിംഗ് ഫീവർ വന്നിട്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോളജറായ ജോൺ പാട്രിക് മരിച്ചു പോകുമെന്ന് ഇതിലൂടെ എന്താക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അങ്ങനെ ലണ്ടൻ ആകെ
ഷോക്ക്ഡ് ആവുന്ന ഒരു അവസ്ഥയിലാണ് ആവുന്നത്. അവരാകെ ഞെട്ടിത്തെരിക്കുകയാണ്. അൽമനാക്ക് പറയുന്നതാണല്ലോ, അത് സത്യമായിരിക്കുമല്ലോ എന്നെന്താക്കുകയാണ് അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, എല്ലാ അൽമനാക്കും കൃത്യം പറയാറില്ല. സംഭവിച്ചേക്കാം, അതല്ലെങ്കിൽ സംഭവിക്കും എന്ന മട്ടിൽ എന്താക്കാറുള്ളൂ, അവർ പറയാറുള്ളൂ. ഇതിൽ കറക്റ്റ് ഡേറ്റും ടൈമും പറയുന്നത് കൊണ്ട് ആൾക്കാരൊക്കെ ഇത് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ ഒരു പ്രഡിക്ഷൻസിനെതിരെ ഓപ്പോസിഷനുമായിട്ട് പാട്രിച്ച് എന്താക്കുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ മറുപടിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ലണ്ടൻ സിറ്റി എല്ലാവരും, അവിടെയുള്ള എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ആരാണ് ശരി, എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് അവരൊക്കെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മാർച്ച് 29 രാത്രിയിൽ നമ്മുടെ വിക്കർ ഷെഫ് പാട്രിച്ച് മരിച്ചു എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് എഴുതുകയാണ്. പാട്രിച്ച് മരിച്ചോ ഇല്ലയോ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നിട്ട് മാർച്ച് 30 അല്ലെങ്കിൽ മാർച്ച് 32 നമ്മുടെ ലണ്ടൻ മുഴുവൻ പുതിയ ഒരു സംഭവം വരികയാണ്. എന്താണെന്നറിയോ, വിക്കർ ഷെഫ് അൽമനാക്കിൽ പ്രെഡിക്റ്റ് ചെയ്ത ഒരു കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ലണ്ടനിൽ മുഴുവൻ ആ ഒരു ന്യൂസ്, ആ ഒരു വാർത്ത എന്താക്കുകയാണ് ചെയ്യുന്നത്, പരക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് പറയുകയാണ് വിക്കർ ഷെഫ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആ ടൈം കുറച്ച് മാറിപ്പോയി. വിക്കർ ഷെഫ് പറഞ്ഞത് ശരിയാണ്, പക്ഷേ ആ ടൈമൊന്ന് കുറച്ച് പാളിപ്പോയി, ബാക്കിയൊക്കെ ശരിയാണ്. അവർ പറഞ്ഞ ടൈം 11 മണിയാണ്, ബട്ട് 5 ആയപ്പോഴേക്ക് പാട്രിച്ച് മരിച്ചു പോയി എന്നെന്താക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതും വിക്കർ ഷെഫിൻ്റെ പണി തന്നെ ആയിരിക്കാം. എന്തായാലും പാട്രിച്ച് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് എന്താക്കുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഏപ്രിൽ 1 ഏപ്രിൽ 1 നമുക്കൊക്കെ അറിയാം, ഫുൾസ് ഡേ അല്ലേ. അന്ന് ലണ്ടനിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ചു പാട്രിച്ച് മരിച്ചു എന്ന്. പക്ഷേ പാട്രിച്ച് മരിച്ചോ, അതില്ലാലോ. അദ്ദേഹം പറയുകയാണ്, എന്നെ ഒന്ന് വിശ്വസിക്കൂ, ഞാൻ മരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ പാട്രിച്ച് പറയുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഇവരെയൊക്കെ വിശ്വസിപ്പിക്കുന്നത് പാട്രിച്ച് മരിച്ചു എന്നാണ്. എന്നിട്ട് നമ്മുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം പാട്രിച്ചിൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറലിന് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അദ്ദേഹം ഒരു മരിച്ച ആളെപ്പോലെ തോന്നുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പാട്രിച്ചിന് ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പാംലെറ്റ് വരുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, കുട്ടികളെ ഞാൻ മരിച്ചിട്ടില്ല. എന്നിട്ട് വിക്കർ ഷെഫിനെ കുറിച്ച് മോശം ലാംഗ്വേജിൽ കുറേ കാര്യങ്ങൾ അതിൽ എഴുതുന്നുണ്ട്. വിക്കർ ഷെഫ് ഫൂളാണ്, മണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ്, അങ്ങനെ പലതരത്തിലുള്ള മോശപ്പെട്ട പല കാര്യങ്ങൾ എന്താക്കുന്നുണ്ട് അതിൽ പാട്രിച്ച് എന്താക്കുന്നുണ്ട്, പുതിയ പാംലെറ്റിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ഇതിനെതിരെയാണ് വിക്കർ ഷെഫ് ഈ ഒരു എസ്സേ എഴുതുന്നത്. ഈ എസ്സേയുടെ പേരാണ് വിൻഡിക്കേഷൻ ഓഫ് ഐസക് വിക്കർ ഷെഫ് എന്ന് പറയുന്നത്. പാട്രിച്ച് പുതിയ പാംലെറ്റിലൂടെ കുറേ തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു തെറികൾക്കെതിരെ ആണ് ഈ ഒരു എസ്സേ. ഇനി നമുക്ക് എസ്സേയിലോട്ട് പോവാം. ഈ ഒരു എസ്സേ 1709 പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പാട്രിച്ച് ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പാംലെറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പാംലെറ്റിലെ ആർഗ്യുമെൻസിനെതിരെയാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം എല്ലാം പൊളിച്ച് കയ്യിൽ കൊടുക്കുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു എസ്സേ ബിഗിൻ ചെയ്യുന്നത് ഇദ്ദേഹം നമ്മുടെ പാട്രിച്ചിൻ്റെ റിഡിക്യൂളിംഗ് ആയിട്ടുള്ള മാനറിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ്. ആ ഒരു അൽമനാക്കിൽ ഇദ്ദേഹം യൂസ് ചെയ്തിരുന്ന അബ്യൂസീവായ ലാംഗ്വേജിനെ പറ്റിയാണ്. ഈ ഒരു പഠിപ്പുള്ള ആൾ ഇത്രയ്ക്ക് വേഴ്സായ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത്രയ്ക്ക് വേഴ്സായ മോശമായ ലാംഗ്വേജാണോ ഒരു പഠിപ്പുള്ള ആൾ യൂസ് ചെയ്യുന്നത്? അങ്ങനെയൊക്കെ എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഒരു പഠിപ്പുള്ള ആൾ ഇങ്ങനെയൊക്കെ പറയൂ എന്നും എന്താക്കുന്നുണ്ട് ഇതിലൂടെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഓപ്പണായിട്ട് പാട്രിച്ചിൻ്റെ ഈ റിപ്ലൈയെ കളിയാക്കി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം 2 ഒബ്ജക്ഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫസ്റ്റ് ഒബ്ജക്ഷൻ വന്നത് ഒരു ഫ്രഞ്ച് മാൻ ആവാം. അപ്പോൾ വിക്കർ ഷെഫ് പറയുന്നുണ്ട്, ഇംഗ്ലീഷ് മാൻ ഒരിക്കലും ഒരു ഫ്രഞ്ച് മാനെയും ഒരു എനിമിയെയും വിശ്വസിക്കത്തില്ല. അവരാകെ വിശ്വസിക്കുന്നത് അവരുടെ ഗവൺമെൻറ്റിനോട് ലോയലായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മാത്രമാണ്. അങ്ങനെ ഫസ്റ്റ് ഒബ്ജക്ഷൻ അദ്ദേഹം ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 4 ആർഗ്യുമെൻറ്റ്സ് ആണ് പാട്രിച്ചിനെതിരെ മുന്നോട്ട് വെക്കുന്നത്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും പാട്രിച്ച് പറഞ്ഞതുപോലെ ഇമാതിരി വർത്തമാനം പറയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പാട്രിച്ച് മരിച്ചു കഴിഞ്ഞു എന്നാണ്. ഇദ്ദേഹത്തിന് ആകെ 2 ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ഇദ്ദേഹത്തിൻ്റെ അൽമനാക്കിനെ ഡിസോൺ ചെയ്യുക, അല്ലെങ്കിൽ താൻ ജീവിച്ചിരിപ്പില്ല എന്ന് അഡ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്ന ചോയ്സ് എന്താണ്? ജീവിച്ചിരിക്കുന്നില്ല എന്ന ചോയ്സ് മാത്രമേ ഇദ്ദേഹത്തിന് ഉള്ളൂ. അതാണ് ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ആളുകൾ മുഴുവൻ വിശ്വസിക്കുന്നത് ഇവിടെ പാട്രിച്ചിന് ഈ ഒരു ഫോർച്യൂൺസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഈ ഒരു ലോസ്റ്റ് ഗുഡ്സിനെ പറ്റിയിട്ടുമുള്ള ഐഡിയാസ്,
മന്ത്രവാദം കിട്ടുന്നത് എവിൾ സ്പിരിറ്റിൻ്റെ കയ്യിൽ നിന്നാണ്. ഇവനിക്ക് പാട്രിച്ചിന് മുഴുവൻ കാര്യങ്ങളും കിട്ടുന്നത് ഒരു എവിൾ മന്ത്രവാദ മുഖേനയാണ് എന്താക്കുന്നത്, ഒരു സ്പിരിറ്റിൻ്റെ അതല്ലെങ്കിൽ ഇവിളിൻ്റെ കൈകളിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ കിട്ടുന്നത് എന്നാണ് എന്താക്കുന്നത് പറയുന്നത്. പക്ഷേ ഇവളുമായിട്ടോ അല്ലെങ്കിൽ സ്പിരിറ്റുമായിട്ടോ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ മീനിങ് എന്താണ്? ഇയാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ ജീവിച്ചിരിപ്പില്ല എന്നല്ലേ? അതാണ് എന്താക്കുന്നത് ഇവിടെ പറയുന്നത്. അങ്ങനെ പാട്രിച്ച് മരിച്ച വ്യക്തിയാണെന്ന് ജൊനാഥൻ സ്വിഫ്റ്റ് ഇവിടെ എന്താക്കുകയാണ് ചെയ്യുന്നത്, പ്രൂഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് ആർഗ്യുമെൻറ്റിലേക്ക് നോക്കാം. പാട്രിച്ച് അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ പറയുന്നത് ഹീ ഈസ് നൗ അലൈവ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പം ഞാൻ ജീവനോടെ ഉണ്ട്, ആ ഒരു ഡേ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇയാൾ പണ്ടെങ്ങാൻ എഴുതിയ അൽമനാക്കിൽ അല്ലെങ്കിൽ പാംലെറ്റിൽ ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് മാർച്ച് 29 ആണെന്ന് നമ്മളെങ്ങനെ വിശ്വസിക്കുമെന്ന് എന്താക്കുന്നുണ്ട്, ഇവരെ ചോദിക്കുന്നുണ്ട്. ഇനി നമ്മുടെ അവസാനത്തെ ആർഗ്യുമെൻ്റാണ് ഫോർത്ത് വൺ. ഇതിലാണ് ഇദ്ദേഹം ഡയറക്റ്റായിട്ട് നമ്മുടെ പാട്രിച്ചിനെ അഡ്രസ്സ് ചെയ്ത് കൊണ്ട് പറയുന്നത്. ഈ സംഭവം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബിക്കർസ്റ്റഫിനെ ഈ തെറി മൊത്തം പറഞ്ഞല്ലോ. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കരിയർ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ എങ്ങനെ എൻ്റെ കരിയർ ഒരു ഫോഴ്സ് പ്രഡിക്ഷൻ വെച്ച് തുടങ്ങാൻ പറ്റും? എനിക്കിനി ഈ സംഭവം ശരിയാണെന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ ഞാനൊരു തെറ്റായ കാര്യം എങ്ങനെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യും? സോ എനിക്കതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്നാണ് ഇവിടെ എന്താക്കുന്നത് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി അദ്ദേഹം 2 ഒബ്ജക്ഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ലേ? 2 ഒബ്ജക്ഷൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിൽ ഒന്നാണ് നമ്മൾ എന്താക്കുന്നത് ആദ്യം പറയുന്നത്. അതെന്ന് വെച്ചാൽ ഫ്രഞ്ച് മാൻ ആയിരിക്കാം ഇത് കൊണ്ടുവന്നത് എന്ന്. ഇനി സെക്കൻഡ് ഒബ്ജക്ഷൻ പറയാൻ പോവുകയാണ്. അതായത് ഈ മരിച്ചുപോയ ആൾക്കാരുടെ പേരിൽ അൽമനാക്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഗാഡ്ബറി, പുവർ റോബിൻ, വിൻ, ഇവരൊക്കെ റെവല്യൂഷന് മുന്നേ മരിച്ചു പോയ ആളുകളാണ്. പക്ഷേ അവരുടെ പേരിലൊക്കെ ഇപ്പോഴും അൽമനാക്ക് എന്താകുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. സോ ഈ ഒരു പാട്രിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ വരികയാണല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ വരികയാണെന്ത്, ഈ പാട്രിച്ചിനെതിരെ ഒരുപാട് അൽമനാക്കും പാംലെറ്റൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ആർക്കറിയാം ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന്? ചിലപ്പോൾ ഇയാളുടെ പേരിൽ വേറെ ആരെങ്കിലും ഇതൊക്കെ എഴുതുന്നതായി കൂടെ എന്നും എന്താക്കുന്നുണ്ട് ഇവിടെ ഒരു ചോദ്യമുണ്ട്. നീ മരിച്ച് എന്ന രീതിയിലാണ് ആര് പറയുന്നത്, ബിക്കർസ്റ്റഫ് പറയുന്നത്. അതായത് മറ്റ് ഓതേഴ്സ് അവരുടെ വർക്ക്സിലൂടെയാണ് ജീവിക്കുന്നത്. പക്ഷേ അൽമനാക്സ് മേക്കേഴ്സ് അങ്ങനെയല്ല. അവർ മരിച്ചു കഴിഞ്ഞാലും പിന്നെയും എഴുതിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം ഷേക്സ്പിയർ, അദ്ദേഹം ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെയാണ്. അങ്ങനെ ഇദ്ദേഹത്തിന് നേരെ വന്ന ആ ഒരു ഫൈനൽ ഒബ്ജക്ഷനെയും ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, മാറ്റിക്കളയുകയാണ്. ഇത്രയുമാണ് നമ്മുടെ എസ്സേ എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേയിലെ ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഐറണിയും സാറ്റയറും ഒക്കെയാണ് ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു എസ്സേയുടെ അവസാനത്തിൽ ഈ ഒരു പ്രാങ്ക് പോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത പാട്രിച്ചാണോ ഇത്ര വലിയ ആസ്ട്രോളജർ എന്ന് അദ്ദേഹം കളിയാക്കുന്നുണ്ട്. ഈ പ്രാങ്ക് സീരിയസ് ആക്കി എടുത്തിട്ട് ഇദ്ദേഹം റെഡിക്യൂൾനെസ് ആയി മാറി എന്ന് എന്താക്കുന്നുണ്ട് പറയുന്നുണ്ട്. തൻ്റെ നേരെ ചെറിയൊരു അപവാദം വരുമ്പോൾ തന്നെ അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണോ ജോർജ് ഓഫ് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആസ്ട്രോളജിയെ പറ്റിയിട്ടും ഇത്രയധികം വാദോരാതെ സംസാരിക്കുന്നത് എന്ന ആ ഒരു ചോദ്യത്തിലൂടെയാണ് ഈ ഒരു എസ്സേ എന്താക്കുന്നത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു വിൻഡിക്കേഷൻ ഓഫ് ഐസക് ബിക്കർസ്റ്റഫ് എന്ന് പറയുന്ന എസ്സേ എന്താക്കുകയാണ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.